രക്താർബുദം ഉൾപ്പെടെയുള്ള ഗുരുതര രക്തരോഗങ്ങളുടെ ചികിത്സയിൽ സ്റ്റെം സെൽ ദാനത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിനായി മാള മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ DKMS ഫൗണ്ടേഷൻ ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോളേജിലെ മീഡിയ ഹാളിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസിന്റെ സ്വാഗത പ്രസംഗത്തോടെ ആരംഭിച്ചു. സാധാരണക്കാർക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും സ്റ്റെം സെൽ മാറ്റിവെക്കൽ ചികിത്സയെക്കുറിച്ച് ഇപ്പോഴും വേണ്ടത്ര അവബോധമില്ലെന്ന് ഫോൺസി ഫ്രാൻസിസ് പറഞ്ഞു. യുവജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനായി NSS യൂണിറ്റ് നടത്തുന്ന പ്രവർത്തനങ്ങളെ അവർ അഭിനന്ദിച്ചു. മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ആറ്റൂർ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റെം സെൽ ദാനവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനും കൂടുതൽ യുവജനങ്ങളെ ദാതാക്കളായി രജിസ്റ്റർ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. DKMS ഫൗണ്ടേഷൻ ഇന്ത്യയിലെ ദാതാക്കളുടെ രജിസ്ട്രേഷൻ വിഭാഗം അസോസിയേറ്റ് ഇന്ദിര രഞ്ജിനി റോയ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. സ്റ്റെം സെൽ എന്താണെന്നും സ്റ്റെം സെൽ മാറ്റിവെക്കൽ ചികിത്സയുടെ പ്രാധാന്യം എന്താണെന്നും അനുയോജ്യമായ ദാതാവിനെ കണ്ടെത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവർ വിശദീകരിച്ചു. രക്താർബുദം ഉൾപ്പെടെയുള്ള ഗുരുതര രക്തരോഗങ്ങൾ ബാധിച്ച നിരവധി രോഗികൾക്ക് സ്റ്റെം സെൽ മാറ്റിവെക്കൽ ചികിത്സ ജീവൻ രക്ഷിക്കുന്ന പ്രധാന ചികിത്സാ മാർഗമാണ്. എന്നാൽ രോഗിയുമായി ജനിതകമായി പൊരുത്തപ്പെടുന്ന അനുയോജ്യമായ ദാതാവിനെ കണ്ടെത്തുന്നത് പലപ്പോഴും വലിയ വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവാന്മാരായ യുവജനങ്ങൾ സ്റ്റെം സെൽ ദാതാക്കളായി രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ക്ലാസിൽ വിശദീകരിച്ചു. ദേശീയ സേവന പദ്ധതി പ്രോഗ്രാം ഓഫീസർ ശ്രീലക്ഷ്മി CS നന്ദി പറഞ്ഞു. NSS സ്റ്റുഡന്റ് വോളണ്ടിയർ സെക്രട്ടറിമാരായ ഫാരിസ് KA, ആർദ്ര C, രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. NSS വോളണ്ടിയർമാരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഇന്നത്തെ അവബോധം നാളത്തെ രോഗമുക്തി എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു പരിപാടിക്ക് ശേഷം 100-ലധികം വിദ്യാർത്ഥികൾ സ്റ്റെം സെൽ ദാതാക്കളായി രജിസ്റ്റർ ചെയ്തു.